നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനെ ഏറെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എന്നാൽ ആ പേര് വെച്ചുകൊണ്ട് ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിനെ തന്നെ വിൽപ്പന നടത്തുന്ന ചില ആൾക്കാരുണ്ട്. അവരെ കുറിച്ചിട്ടാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു വ്യക്തിയുടെ പേരിൽ നമ്മളെ ഒരു വ്യക്തി നല്ലോണം ആക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. ആ വ്യക്തിയോട് നമുക്ക് വല്ലാത്ത കോപമാണ്, വ്യക്തിപരമായിട്ട് നല്ലോണം അദ്ദേഹത്തോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോപത്തിലാണ് നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം ഉള്ളതെന്ന് വിചാരിക്കാം. ആ ആള് പെട്ടെന്നൊരു ദിവസം മരണപ്പെട്ടു എന്ന് വിചാരിച്ചാൽ, എന്നാൽ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ഉദിച്ചു വരാറുള്ളത്? നമുക്ക് എന്തായാലും ഒരു സഹതാപം തോന്നിയിട്ട് നമ്മൾ നമ്മളോട് ചെയ്തതായ കുറ്റകൃത്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ വാക്കുകൊണ്ടെങ്കിലും നമ്മൾ പറയും, അള്ളാഹു അദ്ദേഹത്തിന് വിട്ടുപൊറുക്കട്ടെ, അദ്ദേഹം ചെയ്തത് എന്തുണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്നുള്ളതിൽ ഒരു മനുഷ്യനായ ആൾക്ക് ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ അതിനുപരി ചെയ്യുന്ന ഒരു അഹ്ലു ബൈത്ത് എന്ന പേര് വെച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്ന ഒരു തങ്ങളെ കുറിച്ചിട്ടാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും കാണുകയും ഈ വീഡിയോൻ്റെ അവസാന ഭാഗം വരെ കേട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ അടുത്ത്, അതായത് ഞാനിപ്പോൾ യൂട്യൂബ് ഇങ്ങനെ തുറന്നിങ്ങനെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ആരിസ് മദനി ഉസ്താദിൻ്റെ ഒരു വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ലേറ്റസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് ഈ നൂറെ ഹബീബ് എന്ന പേരിൽ മജ്ലിസിനെ നടത്തി വരാറുള്ള ആറ്റക്കോയ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നതായ ആ തങ്ങളുടെ ഒരു വീഡിയോ ആണ് അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരിസ് മദനി ഉസ്താദിന് ആ വീഡിയോ ഞാൻ പലപ്പോഴും മുമ്പൊക്കെ പല വീഡിയോസൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഈ അടുത്തായിട്ടാണ് ചാനലിലൊക്കെ ആക്റ്റീവായിട്ട് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നുള്ളത്. അപ്പോൾ ഏതായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഇങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് ആ തങ്ങൾ അവിടെ പറയുന്നതായ ചില വാക്കുകളുണ്ട്. ഒരു മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് വെറുതെ വിടില്ല, അതും പോലും വിൽപ്പന നടത്തുക എന്നുള്ളതാണ് ഈ തങ്ങളുടെ ഉദ്ദേശം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. നമ്മളൊക്കെ തങ്ങന്മാരെ കുടുംബത്തിനെ തന്നെ നല്ലോണം നമ്മൾ ബഹുമാനിക്കുന്നവരും അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം പാരമ്പര്യത്തിൽ വന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ അവരെ നമ്മൾ അതിരറ്റ് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതുപോലെ ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഇവരെ കുറിച്ച് ഇങ്ങനെ പച്ചയറച്ച് നിന്നതാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇത് പറയുന്നുള്ളത് ആരാണെന്ന് വെച്ചാൽ ഈ മജ്ലിസ് കാണുന്ന, അതിലേക്ക് അഡിക്റ്റായി പോയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമികപരമായിട്ട് ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമം വിരുദ്ധമായിട്ട് സംസാരിക്കുകയോ അതിന് എതിരായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ വരുന്ന സമയത്ത് ഈ ഉസ്താദന്മാർ ഇങ്ങനെ റിയാക്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ സമുദായം എവിടേക്ക് ചെന്നെത്തുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. അത് അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിന് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് അല്ലാത്ത രീതിയിൽ അതിനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റായിട്ട് നമ്മൾ തന്നെയാണ് മാറിപ്പോകുന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നൂറെ ഹബീബ് തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഇവിടെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. ഒന്ന് കേട്ട് നോക്കിയാൽ. ഒരു പെണ്ണ് പണ്ട് തിരൂരിലുള്ള ഒരു പെണ്ണിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ, തിരൂരിൽ അവസാനം മരിക്കുമ്പോ ക്യാൻസർ വന്ന് വയറ് പൊട്ടി ഈ ലോകത്തോട് കൂടെ പറഞ്ഞു. നിങ്ങൾക്ക് അറിയോ പെണ്ണ്? ഞാൻ അറിയ പോലില്ല. ഈ സമയമാകുമ്പോൾ ആ റമദാൻ ആകുമ്പോഴത്തേക്ക് ഉറപ്പെടുത്തു. നമ്മളൊരാളെ കുറ്റം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു വിഷയത്തിൽ മാത്രം ഞാൻ എന്തില്ല ആർക്കും പൊരുത്തപ്പെട്ടു. ആ ഒരു വിഷയം അത് പറയാം. നിങ്ങൾ ഒരാളെ ഒന്ന് പറയാം. എന്തിനാണ് ഇങ്ങനെ ഇത് നമ്മൾ പറയുന്നത്? ഞാനൊക്കെ 3 മണിന്റെ മുമ്പ് എഴുന്നേൽക്കും. എല്ലാവരും ഒരുപാട് ക്ഷമിച്ചു. എന്താ ചെയ്യാ, ശാപമാവില്ല, പ്രശ്നമാണ്. ആ ഒരു വിഷയം മാത്രം ഞാൻ എന്തില്ല ആർക്കാണെങ്കിലും അത് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല. ഇപ്പൊ ഈ കുറഞ്ഞ സംസാരത്തിനിടയിൽ ഇദ്ദേഹം എന്താണ് ഈ പറഞ്ഞു വെച്ചത്? ഇദ്ദേഹത്തെ വിമർശിച്ച ഒരു പെണ്ണിന് സംഭവിച്ച ദുരന്തം, അതിന് അദ്ദേഹം നടത്തുന്ന പ്രയോഗം കേട്ടോ. എന്നെ വെല്ലുവിളിച്ചു. 1 കൊല്ലം തികയുന്നതിന് മുമ്പ് അള്ളാഹു എടുത്തു എന്ന ഒരു പരിഹാസ രൂപത്തിൽ ഒരു മരണപ്പെട്ടുപോയ ആളെ കുറിച്ച് നടത്തുന്ന പരാമർശമാണ്.
ഇദ്ദേഹത്തെ വിമർശിച്ചത് കൊണ്ടാണ് ആ പെണ്ണിന് ക്യാൻസർ വന്നത് എന്നും വയറ് പൊട്ടി എന്നൊക്കെ പറയുന്നു, അല്ലാഹു അഅലം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ വിമർശിച്ചത് കൊണ്ടാണ് അത് പറ്റിയത് എന്നൊക്കെ ഇദ്ദേഹത്തോട് ആരാ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ഇദ്ദേഹത്തെ വിമർശിക്കുന്നു? വളരെ മോശമായ ഭാഷയിൽ ഇദ്ദേഹത്തെ പരിഹസിക്കുന്നു. അവർക്കൊക്കെ ക്യാൻസർ വന്നിട്ടുണ്ടോ? വയറ് പൊട്ടിയിട്ടുണ്ടോ? ഒരു സ്ത്രീക്ക് അങ്ങനെ സംഭവിച്ചു എന്നതുകൊണ്ട് ഇദ്ദേഹം അത് അദ്ദേഹത്തെ വിമർശിച്ചതിന്റെ കാരണമാക്കി മാറ്റാം. എന്നിട്ട് പറയാം ഞാൻ 3 മണിക്ക് മുമ്പേ എഴുന്നേൽക്കുന്ന ആളാണ്. ഇതൊക്കെ പൊതുസമൂഹത്തോട് പറയുന്നത് എന്തിനാ? എന്താണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം? ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ചിന്തിക്കാൻ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് കഴിയുന്നില്ലേ? വേറൊന്നുമല്ല, ഇത് ജസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഈ ഓൺലൈൻ മജ്‌ലിസിനെ ഉയർത്തി കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ ഒരു കുതന്ത്രമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, അല്പം ബോധം ചോറ് തിന്നുന്ന ആൾക്കാർ ചിന്തിച്ചാൽ മതി. ഇതൊക്കെ ഇങ്ങനെ വന്ന് പബ്ലിക്കിൽ ഇങ്ങനെ പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. അത് നിങ്ങൾ ചോറ് തിന്നുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് ശാപം കിട്ടുമത്രേ. ഇദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ല എന്ന പച്ചയിറച്ചി തിന്നരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാണ്, ഒരാളെ കുറിച്ച് ഗീബത്ത് പറയരുത്. പക്ഷേ അയാൾ ദീനിന് വിരുദ്ധമായ, ശറഇന് വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അത് വിശദീകരിച്ചു കൊടുക്കണ്ടേ? ഇദ്ദേഹത്തെ വിമർശിക്കുന്ന എല്ലാ ആളുകളോടും, വിമർശിക്കുന്ന എല്ലാ ശൈലികളോടും എനിക്ക് യോജിപ്പൊന്നുമില്ല. വളരെ വൃത്തികെട്ട രീതിയിൽ വിമർശിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അത് ശരിയുമല്ല. എന്ന് മാത്രമല്ല, ഇദ്ദേഹം എന്ത് ചെയ്താലും വിമർശിക്കുന്ന ആളുകളുണ്ട്, അതും ശരിയല്ല. ദീനിന് നിരക്കാത്ത പ്രവർത്തനങ്ങളാണോ അതിനെ നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിക്കുക. അവിടെ തങ്ങളാണ് എന്ന് കരുതി മിണ്ടാതിരിക്കാൻ പറ്റുമൊന്നുമില്ല. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് അതാണ്, ഒരു സ്ത്രീ അദ്ദേഹത്തെ വിമർശിച്ച കാരണം കൊണ്ട് 1 കൊല്ലം തികയുന്നതിന് മുമ്പ് അള്ളാഹു എടുത്തു എന്നാണ്. എങ്ങനെയാ നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയുന്നത്? ഒന്നില്ലെങ്കിൽ അവർ മരിച്ചുപോയില്ലേ? മരണപ്പെട്ടു പോയ ഒരാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കെങ്കിലും വേണ്ടേ? ഒരു യഥാർത്ഥ മുസ്ലിമിനുണ്ടാകേണ്ട സ്വഭാവം അതല്ലേ? എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിട്ടാലും ക്ഷമിച്ചു കൊടുക്കുക, പൊരുത്തപ്പെട്ടു കൊടുക്കുക. ഇദ്ദേഹം വലിയ അഭിമാനത്തോടു കൂടി പറയുന്നത് അത് മാത്രം ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല എന്നാണ്. എന്ത് ഇദ്ദേഹത്തെ വിമർശിക്കുന്നത്? ഇദ്ദേഹം ഒരു ആത്മീയ നേതാവായിട്ടാണല്ലോ കുറെ ആളുകൾ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹമാണ് ഈ പറയുന്നത് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികൾക്ക് യോജിച്ച പണിയാണോ? ഒരു സാധാരണക്കാരനായ മുസ്ലിം പോലും അയാളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും മനസ്സിനൊരു വേദന ഉണ്ടായിട്ട് അയാളോട് ചെയ്തത് പുറത്തു കൊടുക്കാറുണ്ട്, പൊരുത്തപ്പെട്ടു കൊടുക്കാറുണ്ട്. ഇദ്ദേഹം ആ മരിച്ച സ്ത്രീയെ പരാമർശിക്കുമ്പോൾ പോലും നടത്തുന്ന പദപ്രയോഗങ്ങൾ എന്നിട്ട് പൊരുത്തപ്പെട്ടു കൊടുക്കൂല എന്ന് ഉറക്കെ പറയാം. അള്ളാഹിന്റെ അടിമകളല്ലേ? എത്രയോ തെറ്റ് നമ്മൾ അള്ളാഹിനോട് ചെയ്യുന്നത്. ആ അള്ളാഹു നമുക്ക് പുറത്തു തരണമെങ്കിൽ നമുക്കിടയിലുള്ള ആളുകളോട് പരസ്പരം പൊറുക്കാനും പൊരുത്തപ്പെടാനും ഒക്കെ നമുക്കൊരു മനസ്സുണ്ടാകണ്ടേ? ഇത് നമ്മുടെ ഇടയിലുള്ള ആളുകളോട് പൊറുക്കാതെ പൊരുത്തപ്പെടാതെ പടച്ചോന്റെ മുമ്പിൽ പടച്ചോനെ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്താണ് ഇദ്ദേഹം ഈ പറയുന്നത്? ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂലെന്ന്. അതുക്കിയ എന്ന് പറയുന്ന ഒരു ചെറിയ വൈദ്യന്റെ കിതാബുണ്ട്, നമ്മുടെ സ്വഭാവമൊക്കെ സംസ്കരിക്കുന്നത് പഠിപ്പിക്കുന്ന ഒരു കിതാബാണ്. അതിനകത്ത് ഒരു 2 വരി പദ്യം കാണാം. ഈ പദ്യം വിശദീകരിച്ചുകൊണ്ട് കിഫായത്തുൽ അത്ഖിയ എന്ന് പറയുന്ന അതിന്റെ ശറഹിൽ പറയുന്നത് കാണാം. ഈ 2 വരി ബൈത്തുകൾ വന്നിട്ടുള്ളത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ഹാത്തിമുൽ അസം എന്ന് പറയുന്ന ഒരു മഹാൻ പറഞ്ഞ വാക്കുകളിൽ നിന്നാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അസ്സലാമത്തു മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് മഹാനവറുകൾ കൊടുത്ത മറുപടി, ലാ തസ്ലമു മിനാ ഹത്താ യകൂന ഇൻദക അർബഉ ഖിസാൽ, 4 കാര്യങ്ങൾ നിനക്കുണ്ടെങ്കിലേ നിനക്ക് ഈ ദുനിയാവിൽ രക്ഷപ്പെടാൻ കഴിയും. അതിൽ ഒന്നാമത്തത് അൻ തഗ്ഫിറ ലിൽ ഖൗമി ജഹ്ലഹും, അറിവില്ലാത്ത ആളുകളുടെ വിവരക്കേടിനെ നീ അവർക്ക് പുറത്തു കൊടുക്കണം. ഇപ്പൊ ഇദ്ദേഹത്തെ വിമർശിച്ച ആളുകൾ അതിൽ അറിവില്ലാതെ തീരെ അന്തമില്ലാതെയൊക്കെ ചില ആളുകൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ ദുനിയാവ് രക്ഷപ്പെടാനുള്ള കാരണം. അപ്പൊ പിന്നെ ആഖിറത്തിന്റെ കാര്യം പറയണോ? എന്നിട്ട് പറയാണ് നിന്റെ വിവരക്കേടിനെ തൊട്ട് അവരെയും തടയണം എന്ന് പറഞ്ഞാൽ അവരോട് നീ വിവരക്കേട് പറയാൻ പാടില്ല. സ്വലാത്ത് മജ്‌ലിസ് എന്ന് പറഞ്ഞിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ദീനിന് വിരുദ്ധമായതോ മനുഷ്യന് കേൾക്കാൻ പറ്റാത്തതോ ഒന്നും പറയാൻ പാടില്ല. ഞാൻ 3 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ് എന്നൊക്കെ പൊതുസമൂഹത്തോട് പറയാൻ പറ്റുന്ന കാര്യമല്ല. അതൊക്കെ റബ്ബുമായിട്ടുള്ള രഹസ്യമാണ്. അതിന്റെ ഒക്കെ പ്രതിഫലം ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ തൊട്ട് തടയണം. നമ്മുടെ വിവരക്കേട് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതുപോലെ നിന്റെ അധ്വാനത്തിൽ നിന്ന് നീ അവർക്ക് കൊടുക്കണം. അവരുടെ അധ്വാനത്തിൽ നിന്ന് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഈ 4 കാര്യങ്ങൾ ദുനിയാവിന്റെ വിജയത്തിന് അനിവാര്യമാണെന്ന് ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ലക്ഷണമാണ്. ഓക്കെ, ഏതായിട്ടും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇതിൻ്റെ പിന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഏതായിട്ടും ഈ വീഡിയോൻ്റെ അകത്ത് കുറേ ആൾക്കാർ കമൻസിലൂടെ വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കാതെ എന്താണ് ഇതിൻ്റെ ശരിയായ വശമെന്നും അറിയാത്ത ആൾക്കാരായിരിക്കും ചില തിരുവിളികളുമായിട്ട് വരുന്നുള്ളത്. മുമ്പൊരു വീഡിയോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഇതുപോലെ ഈ ഒരു മജ്‌ലിസിനെ പറ്റിയിട്ട് തന്നെ. അപ്പോൾ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് അതിൻ്റെ ഇടയിൽ കുറേ തെറിവിളികൾ ഇങ്ങനെ വന്ന്, അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ചാനൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ കൂടുതലായിട്ടും ഉള്ളത്
ഈ നൂറെ ഹബീബ് എന്ന് പറയുന്ന ഈ തങ്ങളുടെ പ്രൊഫൈൽ വെച്ചുകൊണ്ടുള്ള ചില ചാനലുകളാണ്, കമൻ്റ് ഇട്ട ആൾക്കാർ ഫേക്ക് ഐഡിയാണ്. അതായത് അവർ ആ തങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആ മജ്ലിസിൻ്റെ പിന്നോമ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാണ്. അവർ ആ മജ്ലിസിൽ പഠിക്കുന്ന കാര്യം ഈ തെറിവിളിയാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഓക്കെ, വന്ന് തെറിവിളിയാണ്, ഭയങ്കരമായിട്ട് ചീത്തവിളി എന്ന് പറഞ്ഞ പച്ചക്ക് പറയുന്ന കമൻസുകളുണ്ട്. ഇപ്പോഴടക്കം ഈ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ പരിശോധിച്ച് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, ഏതായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ദയവ് ചെയ്ത് എല്ലാ വീഡിയോസിനകത്ത് പറഞ്ഞ് മടുത്തുപോയി. അവസാനം ഈ സുഹരി ഉസ്താദ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നൂറെ ഹബീബ് തങ്ങളുടെ ചില വിഷയങ്ങളുമായിട്ട്. അവസാനം സുഹരി ഉസ്താദ് തന്നെ അങ്ങ് നിർത്തിവെച്ചു. ഇതിനെയൊക്കെ അഡിക്റ്റായി പോയിട്ടുള്ള ആൾക്കാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്തായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, ദയവ് ചെയ്ത് അല്പം ഇരുന്ന് ചിന്തിച്ച് ആരെയാണോ പിൻപറ്റേണ്ടത്, ആരുടെ മജ്ലിസാണ് നോക്കേണ്ടത്, എന്താണ് നമ്മുടെ ദൗത്യം എന്നിങ്ങനെ ചിന്തിച്ച് മുമ്പോട്ട് പോവുക എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.